നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കുമ്മായപ്പുറത്തെ കുടുംബസംഗമം ആയഞ്ചേരി മെഡോ വ്യൂ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ഏറ്റവും പ്രായം ചെയ്യുന്ന ഖദീജക്കുട്ടി, ഖദീജ എന്നിവരെ ആദരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഉള്ളേരിയിലെ കുമ്മായപ്പുറത്ത് തറവാട് കുടുംബസംഗമം ആയഞ്ചേരി മെഡോ വ്യൂ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. വിദേശത്തും അന്യദേശങ്ങളിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ പോയവർ തിരിച്ചെത്തിയതോടെയും കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾ ആയതോടെയുമാണ് ഇന്ന് കുടുംബസംഗമങ്ങൾക്ക് പ്രസക്തിയേറിയത്. അഹമ്മദ് കണ്ടൻകുളങ്ങര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുമ്മായപ്പുറത്ത് തറവാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ഖദീജക്കുട്ടിയെയും ഖദീജയെയും ആദരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടംകുളങ്ങര ശംസുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞായൻകോയ കുമ്മായപ്പുറത്ത്, മഠത്തിൽ കുഞ്ഞായൻകോയ, മജീദ് ഹാജി കുമ്മായപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബത്തിലെ ഉന്നത വിജയം നേടിയവരെ വേദിയിൽ ആദരിച്ചു. മൂസക്കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മജീദ് പാലയുള്ളതിൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇനി 2 വർഷം കൂടുമ്പോൾ കുടുംബസംഗമം സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തോടെ ഭക്ഷണവും കഴിച്ചാണ് യാത്രയായത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു പ്രവാസിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ 30 വർഷത്തിനിടയിൽ ഒരുപാട് ജനറേഷൻ തന്നെ നമ്മളെ കുടുംബത്തിലുണ്ടാവുകയും അപ്പോൾ അവരൊന്നുമായിട്ട് അവർക്ക് എന്നെയോ എനിക്ക് അവരെയോ അറിയാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ, ഇതുപോലത്തെ ഒരു കുടുംബസംഗമത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കളിച്ചു വളർന്ന ഒരുപാട് കസിൻസും കുടുംബക്കാരെയും ഒന്നിച്ച് കാണുകയും പിന്നെ അതേപോലെ അവരുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ പരിചയപ്പെടാനും ഒക്കെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ എന്താ ഇതിന് പറയുക, അങ്ങനത്തെ ഒരു സംഘമായിട്ടാണ് ഞാനിതിനെ കാണുന്നതും വിലയിരുത്തുന്നതും. എല്ലാ വലിയ കുടുംബങ്ങളും ഇതുപോലൊരു സംഗമം ഒരു 2 വർഷത്തിലൊരിക്കലെങ്കിലും നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് ശരിക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. കാരണം ഞങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബമാണ്. ഉള്ളേരിയയിൽ അറിയപ്പെടുന്ന കുമ്മായപ്പുറത്ത് തറവാട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലുള്ളതാണ്. അതിൻ്റെ ഒരു സംഗമം നടത്തി പലരെയും നമ്മൾ അറിയില്ലാത്ത ആളുകളെ അങ്ങോട്ടും പരിചയപ്പെടാനും, ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് അറിയില്ല. കാരണം നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷനിലുള്ള ആൾക്കാരൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവരൊന്നും തമ്മിലടുപ്പിക്കാനും ഒരു കുടുംബത്തിന് ഒത്തുകൂട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബസംഗമം ഇന്നിവിടെ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.